മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. കഴിഞ്ഞ 46 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-2 അധ്യായത്തിൽ നിന്നും 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ നിന്നും അല്പമായി വിചിന്തനം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് അതിൻ്റെ 11-ാം വാക്യം വായിച്ച് അതിൽ നിന്നും ചില ആത്മീയ ആലോചനകൾ നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ആ വേദഭാഗം ഞാനൊന്ന് വായിക്കുന്നു. ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. ദൈവസഭയെ സംബന്ധിച്ച് അവരുടെ പ്രത്യാശയാണ് കർത്താവിൻ്റെ വീണ്ടും വരവ്. സഭാകാന്തനായ കർത്താവ് തൻ്റെ മണവാട്ടിയെ തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള തിടുക്കത്തിലാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മെ ചേർക്കുവാൻ എത്രയും പെട്ടെന്ന് അവൻ വരുവാൻ പോവുകയാണ്. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് കർത്താവ് തന്നെത്താൻ പ്രസ്താവിച്ചിരിക്കുന്ന വേദഭാഗങ്ങൾ പലതുണ്ട്. ഇവിടെ കർത്താവ് അതാണ് പറയുന്നത്, ഞാൻ വേഗം വരുന്നു. ഇത് വിശ്വാസികളെ സംബന്ധിച്ച് തങ്ങളുടെ വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കേണ്ടതിന് നൽകിയിട്ടുള്ള പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ കൂടിയാണ് ഞാൻ വേഗം വരുന്നു എന്നുള്ള പ്രസ്താവന കർത്താവ് ഇവിടെ ഓർപ്പിക്കുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് നമ്മുടെ പ്രത്യാശ അതാണ്. കാരണം നാം ആയിരിക്കുന്ന ഈ ലോകം നമുക്കൊരു പ്രത്യാശയും നൽകുന്നതല്ല, നമുക്കൊരു ആശ്വാസവും നൽകുന്നതല്ല. ഈ ലോകത്ത് നിന്ന്, ഈ ലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഈ ലോകത്ത് നിന്നും നമുക്ക് യാതൊരു നിലയിലും ഒരു അനുകൂല സാഹചര്യം ഉണ്ടാവുകയില്ല എന്നുള്ളത് ദൈവവചനത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം അനുദിനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മധ്യത്തിലും കർത്താവിൻ്റെ ഇങ്ങനെയുള്ള ഈ പ്രസ്താവന നമുക്ക് വളരെ സമാധാനവും സന്തോഷവും നൽകുന്നതാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ അതിൻ്റെ 22-ാം അധ്യായം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെയും കർത്താവ് 3 പ്രാവശ്യം ഈ പ്രസ്താവന നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിൻ്റെ വരവിങ്കൽ ആ ദൈവവചനത്തിലെ നമുക്ക് തന്നിരിക്കുന്ന സത്യങ്ങളെ നാം പ്രമാണിക്കുന്നവരായിരിക്കണം. അവർ ഭാഗ്യവാന്മാരാണ് എന്നുള്ളതാണ് കർത്താവ് പറയുന്നത്. 12-ാം വാക്യത്തിൽ നമ്മൾ വീണ്ടും വായിക്കുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അപ്പോൾ പ്രതിഫലം നൽകുന്നതിന് വേണ്ടി
കർത്താവ് വേഗം വരുന്നു. അതിൻ്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. അപ്പോൾ ദൈവജനത്തെ സംബന്ധിച്ച് കർത്താവിൻ്റെ ഈ വാക്കുകൾ അവർക്ക് വളരെ ധൈര്യം നൽകുന്നതാണ്, അവർക്ക് പ്രത്യാശ നൽകുന്നതാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ കർത്താവ് നമുക്ക് ഈ ധൈര്യം നൽകി തരുമ്പോൾ നാം ഈ ലോകത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് തുടർന്നുള്ള വാക്യത്തിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ തുടർന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പോൾ കിരീടം എന്നുള്ളത് നമുക്കറിയാം വിശ്വസ്തതയ്ക്കുള്ള പ്രതിഫലം ആണ് എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിൽ കൂടെ മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കർത്താവ് പ്രതിഫലം നൽകുന്നതിന് വേണ്ടി നമ്മുടെ പക്കൽ ഫലമേൽപ്പിച്ചിട്ടുള്ള കർത്താവ്, നമ്മൾ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനാണ്. അപ്പോൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധിയെ നമുക്ക് തനിയെ സൂക്ഷിക്കാൻ കഴിയില്ല. കർത്താവ് നമ്മോട് കൂടെ ഇരുന്നു കൊണ്ട് അത് സൂക്ഷിക്കുവാൻ നമുക്ക് അതിനുള്ള കൃപ തരും എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. ഇവിടെ ഫിലദെൽഫ്യ സഭയോടുള്ള ബന്ധത്തിൽ നിനക്കുള്ളത് എന്ന് പറയുമ്പോൾ അതിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. കഷ്ടതയുടെ നടുവിലും സഹിഷ്ണുതയോടെ അവർ നിലനിന്ന്. 10-ാം വാക്യത്തിൽ അതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, സഹിഷ്ണുതയുടെ വചനം നീ കാത്തു. അപ്പോൾ അവർ ഈ പ്രതികൂല സാഹചര്യങ്ങളിലും കർത്താവിന് വേണ്ടി അവർ നിലനിന്നു എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ കർത്താവിന് വേണ്ടി അവർ നിലനിന്നെങ്കിൽ തുടർന്നുള്ള നാളുകളിലും കർത്താവ് വരുന്നത് വരെയും നാം അത് മുറുകെ പിടിച്ചുകൊണ്ട് നിലനിൽക്കേണ്ടത്, വിശ്വസ്തയോടെ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ദൈവവചനം ഇവിടെ ഓർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തുയത്തര സഭയോടുള്ള ബന്ധത്തിലും ഇതേ വാക്കുകൾ നമുക്ക് സത്യമാണ്. 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ വേറൊരു ഭാരവും നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല, നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെയും പിടിച്ചുകൊള്ളുക എന്നുള്ളത് നമുക്ക് ആ വേദഭാഗത്ത് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എക്കാലത്തുമുള്ള ദൈവസഭയോടുള്ള ബന്ധത്തിൽ കർത്താവിന് പറയുവാനുള്ള ഇതൊന്നു മാത്രമാണ്, എന്ത്? നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, നാം ഒരു ദുഷ്ടലോകത്തിലാണ് ആയിരിക്കുന്നത്. പിശാച് ഏത് നിലയിൽ നമ്മെ തകർക്കാമെന്ന് വെച്ച് അവൻ തന്ത്രം നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് തിരുവചനം ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതായ ശുശ്രൂഷ അത് വിശ്വസ്തയോടെ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് തിമോത്തിയോസിന്റെ ലേഖനം 2 തിമോത്തി 4-ാം അധ്യായം 7-8 വാക്യം പൗലോസിന്റെ വാക്കുകളാണ്. നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുകയാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പോൾ കർത്താവ് തന്നെ ഏൽപ്പിച്ചു ധരിക്കുന്നതായ ശുശ്രൂഷ താൻ വിശ്വസ്തയോടുകൂടെ ചെയ്തു എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. 7-ാം വാക്യത്തെ നമ്മൾ അതാ വായിച്ചു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പ്രിയപ്പെട്ടവരെ, ഇന്നും ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവജനത്തോടുള്ള ബന്ധത്തിൽ, വിശ്വാസികളോടുള്ള ബന്ധത്തിൽ കർത്താവിന് ഓർപ്പിക്കുവാനുള്ള ഇത് മാത്രമാണ്, നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക.
നിന്റെ പ്രതിഫലം ആരും എടുക്കാതിരിപ്പാൻ, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. നമ്മെ സംബന്ധിച്ച് നമുക്ക് കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. നാം വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ നമ്മൾ വായിച്ചപ്പോൾ നമുക്കതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് പ്രതിഫലം തരുന്നതിന് വേണ്ടി കർത്താവ് പറയുകയാണ്, ഞാൻ വേഗം വരുന്നു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അതെന്ത് തന്നെയായിരുന്നാലും അത് വിശ്വസ്തയോടുകൂടെ നാം ചെയ്യണം. ഈ ലോകം നമുക്ക് അനുകൂലമല്ല. ഈ ലോകം കഷ്ടത മാത്രമാണ് നമുക്ക് തരുന്നത്. ഇവിടെ ഒന്നും അനുകൂലമായ ഒരു സാഹചര്യവും നമുക്ക് ലഭിക്കുകയില്ല. അതിൻ്റെ മധ്യത്തിലും പത്രോസ് പറയുന്നത്, നാനാ പരീക്ഷകളാൽ നിങ്ങൾ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും നിങ്ങൾ ആനന്ദിക്കുന്നു. എന്തുകൊണ്ട് ആനന്ദിക്കുന്നു? നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ വേഗം വരുന്നു. അപ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ അത് സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് വരും ദിവസങ്ങളിൽ ധൈര്യത്തോടെ നിലനിൽപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ധൈര്യപ്പെടുത്തുകയാണ്, ബലപ്പെടുത്തുകയാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ വേഗം വരുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്കും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, അത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വസ്തയോടെ നിലനിൽപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.